ഹായ് ബഡീസ്, വെൽക്കം ടു മൈ പേജ് അൽക്കുസൈൻ ലാബ്. സോ നമുക്കിന്നൊരു പുഷ് ഡേ ചെയ്താലോ? വേറെ ഒന്നല്ല, ഞാൻ ഇന്നോട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് എൻ്റെ ഒപ്പം ജോയിൻ ചെയ്യാം. സോ കുറേ നാളായി ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട്, അതായത് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് എല്ലാവരും വർക്കൗട്ട് ചെയ്യണ എൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കാര്യം വിട്ടുപോയി. സോ ഇനി അങ്ങനെ ഉണ്ടാവില്ല. സോ ഇന്നോട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത് പുഷ് പുള്ളൊക്കെ കുറച്ച് ദിവസം. ഏറ്റവും സിമ്പിളസ്റ്റ് ആൻഡ് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ കണ്ടീഷൻ ബോഡിയുടെ. സോ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടിങ് എന്തായാലും കുറച്ച് ഡൈനാമിക് സ്ട്രെച്ചിങ്സും റൊട്ടേഷൻ മൂവ്മെൻറ്റ്സും കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാമപ്പായിട്ട് നമുക്ക് പുഷപ്പിൽ സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഒന്ന് പുഷ് ഡേ അല്ലേ, അപ്പോൾ പുഷപ്പിൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ 3 സെറ്റ് വെച്ചിട്ടാണ് എല്ലാ വർക്കൗട്ടും ചെയ്യണേ. ഞാൻ പുഷപ്പിന് ശേഷം ഫസ്റ്റ് ചെസ്റ്റാണ്. പുഷിൽ കാരണം ഫസ്റ്റ് വർക്കൗട്ട് ചെസ്റ്റിൻ്റെയും ദെൻ ഷോൾഡർ പിന്നെ ട്രൈസ് ആണ്. സോ ചെസ്റ്റിന് ഫസ്റ്റ് 2 കോമ്പൗണ്ട് മൂവ്മെൻറ്റും പിന്നെ ഒരു ഐസൊലേഷൻ മൂവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ ചെയ്യണത്. ഫസ്റ്റ് ഫ്ലാറ്റിൽ ബെഞ്ച് പ്രസ്സാണ് ഞാൻ ചൂസ് ചെയ്തത്. ദെൻ സെക്കൻഡ് സെറ്റ് ഒരു 40 kg ഒരു 50 റെപ്പിറ്റേഷനാണ് ഞാൻ ചെയ്തത്. ഞാൻ റെപ്സ് അങ്ങനെ അധികം കൗണ്ട് ചെയ്യാറില്ല. ഞാൻ കൂടുതലും മസിലിൻ്റെ ഫെയിലിയറാണ് നോക്കുക. മാക്സിമം റെപ്പിറ്റേഷനാണ് ഞാൻ നോക്കാറ്. ദെൻ ചെസ്റ്റിന് ഫസ്റ്റ് വർക്കൗട്ടായിട്ട് ഫ്ലാറ്റിൽ ബെഞ്ച് പ്രസ്സാണ് ഞാൻ ചെയ്തത്. അത്യാവശ്യം കുറച്ച് ഹെവി ആയിരുന്നു കുറേ നാൾക്ക് ശേഷം ചെയ്ത കാരണം. സോ ദെൻ സെക്കൻഡ് കോമ്പൗണ്ട് വർക്കൗട്ടായിട്ട് ഞാൻ ചെസ്റ്റിന് ചെയ്തത് ഇൻക്ലൈനിൽ ഡംബൽ പ്രസ്സാണ്. കുറച്ചും കൂടി നമ്മുടെ അപ്പർ ചെസ്റ്റിന് ഫോക്കസ് ചെയ്യാനായിട്ടാണ് ഇൻക്ലൈനിൽ നമ്മൾ ചെയ്യുക. അടുത്ത സ്പ്ലിറ്റ് വരുമ്പോൾ ഇത് മാറും, വേറെ വർക്കൗട്ടാണ് ഞാൻ ചെയ്യുക. പക്ഷേ വർക്കൗട്ട്സ് എല്ലാം ഏകദേശം സെയിം തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് റിസൾട്ടിന് വലിയ ഇത് ബാധിക്കില്ല. ദെൻ ചെസ്റ്റിന് 2 കോമ്പൗണ്ടും ഒരു ഐസൊലേഷൻ മൂവ്മെൻ്റ് ആണ് ചെയ്യണത്. ഫസ്റ്റ് ഫ്ലാറ്റിൽ ബെഞ്ച് പ്രസ്സും ദെൻ സെക്കൻഡ് ഇൻക്ലൈനിൽ ഡംബൽ പ്രസ്സും. ദെൻ തേർഡ് വർക്കൗട്ടായിട്ട് ഐസൊലേഷൻ മൂവ്മെൻറ്റിന് ഒരു പെക്ടെക് ഫ്ലൈസ് ആണ് ഞാൻ ചെയ്യണത്. അതും 3 സെറ്റ്സ് ആണ് ഞാൻ ചെയ്യണത്. ദെൻ അത് കഴിഞ്ഞ് നമുക്ക് ഷോൾഡറിൻ്റെ ഫസ്റ്റ് കോമ്പൗണ്ട് മൂവ്മെൻ്റ് ആയിട്ട് ഞാൻ സ്മിത്തിൽ പ്രസ്സാണ് ഞാൻ സജസ്റ്റ് ചെയ്തത്. എനിക്ക് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ളതും അതായിരുന്നു. അതും ഒരു 3 സെറ്റ് ഒരു 40 kg പോയിന്റ്. ഫസ്റ്റ് സെറ്റ് മാത്രമേ ഞാൻ ചെറിയ വീട്ടിൽ ചെയ്തുള്ളൂ. ദെൻ ഷോൾഡറിനൊരു ഐസൊലേഷൻ മൂവ്മെൻ്റ് ആയിട്ട് ഞാൻ ചെയ്തത് ഷോൾഡറിൽ ഫ്രണ്ട് റൈസ് ആണ്, കേബിൾ ഫ്രണ്ട് റൈസ്. അത് കുറച്ചും കൂടിയും എനിക്ക് എഫക്റ്റീവ് ആയിരുന്നു. ദെൻ ലാസ്റ്റ് ട്രൈസിനായിട്ട് ഒരു ട്രൈസ് പുഷ് ഡൗൺ. ഇതും ഞാൻ റെപ്പിറ്റേഷൻ നോക്കിയിട്ടില്ല, 3 സെറ്റാണ് ചെയ്തേക്കണത് എൻ്റെ മസിലിൻ്റെ ഫെയിലിയർ ആയിട്ട്. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഞാൻ ഡിപ്സിലാണ് എൻ്റെ പുഷ് വർക്കൗട്ട് നിർത്തണേ. ഡിപ്സ് എൻ്റെ ഫേവറേറ്റ് വർക്കൗട്ടാണ്, നല്ലൊരു കോമ്പൗണ്ട് മൂവ്മെൻ്റ് വർക്കൗട്ടാണ്. സോ നമ്മുടെ പുഷ് ഡേ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ദെൻ നമ്മൾ ചെയ്യാൻ പോണത് ഇനി പുള്ളും ലെഗാണ്. ആ ഒരു സ്പ്ലിറ്റ് വർക്കൗട്ടിൻ്റെ സ്പ്ലിറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഫോളോ അപ്പ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്ത് പോവാം. സോ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കണ്ടീഷനാണ് ഇപ്പം എൻ്റെ ബോഡി ഇരിക്കണത്. ഇത് പതുക്കനെ പഴയ രീതിക്ക് എത്തിക്കണം. സോ സ്പ്ലിറ്റ്സ് ആവശ്യമുള്ളവർ ഫോളോ ചെയ്യുക അൽക്കുസൈൻ ലാബ്. അപ്പോൾ സീ യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ. ലെറ്റ്സ് ബിൽഡ് അവർ